ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫാലിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റ്. ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ട് 4 ക്ലാസ്സുകൾ ചെയ്ത് കഴിഞ്ഞു. ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടായിരുന്നു, ബേസിക് ഫാറ്റ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ റിവിഷൻ. ഈ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഈ മോക്ക് ടെസ്റ്റിൻ്റെതായിട്ടുള്ള നോട്ട് PDF രൂപത്തിൽ നിങ്ങൾക്ക് റാങ്ക് ഫാലിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതുകൂടെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഹെപ്പറ്റൈറ്റിസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന അസുഖമാണ്? ഓപ്ഷൻ എ വയർ, ഓപ്ഷൻ ബി ഹൃദയം, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി കരൾ. ഉത്തരം ഓപ്ഷൻ ഡി കരൾ. ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4 ജോഡി, ഓപ്ഷൻ ബി 46 ജോഡി, ഓപ്ഷൻ സി 23 ജോഡി, ഓപ്ഷൻ ഡി 12 ജോഡി. ഉത്തരം ഓപ്ഷൻ ഡി 12 ജോഡി. മനുഷ്യ ശരീരത്തിലെ ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി. മൂന്നാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? തന്നിരിക്കുന്നതിൽ വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ എ ആർത്രൈറ്റിസ്, ഓപ്ഷൻ ബി എയ്ഡ്സ്, ഓപ്ഷൻ സി നിശാന്തത, ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. ഉത്തരം ഓപ്ഷൻ സി നിശാന്തത. വിറ്റാമിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത. നാലാമത്തെ ചോദ്യം, ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? ഓപ്ഷൻ എ അരുണരക്താണുക്കളിൽ, ഓപ്ഷൻ ബി പ്ലാസ്മയിൽ, ഓപ്ഷൻ സി ശ്വേതരക്താണുക്കളിൽ, ഓപ്ഷൻ ഡി പ്ലാറ്റ്ലെറ്റുകളിൽ. ഉത്തരം ഓപ്ഷൻ എ അരുണരക്താണുക്കളിൽ. ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നത് അരുണരക്താണുക്കളിൽ. അഞ്ചാമത്തെ ചോദ്യം, ആമാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? ആമാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആസിഡ് ഏതാണ്? ഓപ്ഷൻ എ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഓപ്ഷൻ സി സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ഡി കാൽസ്യം കാർബണേറ്റ്. ഉത്തരം ഓപ്ഷൻ ബി ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആമാശയത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആറാമത്തെ ചോദ്യം, മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം എന്താണ്? മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം എന്താണ്? ഓപ്ഷൻ എ സെറിബ്രൽ ഹെമറേജ്, ഓപ്ഷൻ ബി മെനിഞ്ചൈറ്റിസ്, ഓപ്ഷൻ സി നാഡി ഗാംഗ്ലിയോൺ, ഓപ്ഷൻ ഡി ആക്സോൺ ഹെമറേജ്. ഉത്തരം ഓപ്ഷൻ എ സെറിബ്രൽ ഹെമറേജ്. മസ്തിഷ്കത്തിലെ ഏതെങ്കിലും രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന അസ്വാസ്ഥ്യം സെറിബ്രൽ ഹെമറേജ്. ഏഴാമത്തെ ചോദ്യം, അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ്? ഓപ്ഷൻ എ തൈറോക്സിൻ, ഓപ്ഷൻ ബി അഡ്രിനാലിൻ, ഓപ്ഷൻ സി കോർട്ടിസോൾ, ഓപ്ഷൻ ഡി ഇൻസുലിൻ. ഉത്തരം ഓപ്ഷൻ ബി അഡ്രിനാലിൻ. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ. എട്ടാമത്തെ ചോദ്യം, പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലമേത്? പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലമേത്? ഓപ്ഷൻ എ നൈട്രിക് അമ്ലം, ഓപ്ഷൻ ബി അസറ്റിക് അമ്ലം, ഓപ്ഷൻ സി ലാക്റ്റിക് അമ്ലം, ഓപ്ഷൻ ഡി ടാർട്ടാറിക് അമ്ലം. ഉത്തരം ഓപ്ഷൻ സി ലാക്റ്റിക് അമ്ലം. പേശിക അമ്ലം ഉണ്ടാകുമ്പോൾ അടിഞ്ഞുകൂടുന്ന അമ്ലം ലാക്റ്റിക് അമ്ലം.
9ാമത്തെ ചോദ്യം, മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണമെന്ത്? ഓപ്ഷൻ എ ലിംഫ്, ഓപ്ഷൻ ബി ബൈൽ, ഓപ്ഷൻ സി കൊളസ്ട്രോൾ, ഓപ്ഷൻ ഡി യൂറോക്രോം. ഉത്തരം ഓപ്ഷൻ ഡി യൂറോക്രോം. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം. 10ാമത്തെ ചോദ്യം, ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏത്? ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം ഏത്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ഹൃദയം, ഓപ്ഷൻ ഡി കോർണിയ. ഉത്തരം ഓപ്ഷൻ എ വൃക്ക. ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെച്ച ആദ്യ മനുഷ്യ അവയവം വൃക്ക. 11ാമത്തെ ചോദ്യം, ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത്? ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കൾ, ഓപ്ഷൻ ബി വെളുത്ത രക്താണുക്കൾ, ഓപ്ഷൻ സി പ്ലാറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി പ്ലാസ്മ. ഉത്തരം ഓപ്ഷൻ എ ചുവന്ന രക്താണുക്കൾ. ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ചുവന്ന രക്താണുക്കൾ. 12ാമത്തെ ചോദ്യം, സിറോസിസ് എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സിറോസിസ് എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ചെറുകുടൽ, ഓപ്ഷൻ ബി ആമാശയം, ഓപ്ഷൻ സി ശ്വാസകോശം, ഓപ്ഷൻ ഡി കരൾ. ഉത്തരം ഓപ്ഷൻ ഡി കരൾ. സിറോസിസ് എന്ന രോഗം കരളിനെയാണ് ബാധിക്കുന്നത്. 13ാമത്തെ ചോദ്യം, കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമേത്? ഓപ്ഷൻ എ മെഡുല ഒബ്ലോങ്കേറ്റ, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി സെറിബ്രം, ഓപ്ഷൻ ഡി കോർണിയ. ഉത്തരം ഓപ്ഷൻ സി സെറിബ്രം. കാഴ്ചയെക്കുറിച്ചുള്ള ബോധമുളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബ്രം. 14ാമത്തെ ചോദ്യം, രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഓപ്ഷൻ എ ഗ്ലൈക്കോജൻ, ഓപ്ഷൻ ബി ഫൈബ്രനോജൻ, ഓപ്ഷൻ സി ആൽബുമിൻ, ഓപ്ഷൻ ഡി ഗ്ലോബുലിൻ. ഉത്തരം ഓപ്ഷൻ ബി ഫൈബ്രനോജിൻ. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രനോജിൻ. 15ാമത്തെ ചോദ്യം, ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത്? ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏത്? ഓപ്ഷൻ എ സീബം, ഓപ്ഷൻ ബി തയലിൻ, ഓപ്ഷൻ സി റൈബോസോം, ഓപ്ഷൻ ഡി മെലാനിൻ. ഉത്തരം ഓപ്ഷൻ എ സീബം. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം. 16ാമത്തെ ചോദ്യം, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ്? നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻ എ നേത്രാവരണം, ഓപ്ഷൻ ബി കോർണിയ, ഓപ്ഷൻ സി ലെൻസ്, ഓപ്ഷൻ ഡി റെറ്റിന. ഉത്തരം ഓപ്ഷൻ ഡി റെറ്റിന. നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ റെറ്റിനയിലാണ്. 17ാമത്തെ ചോദ്യം, ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏത്? ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഏത്? ഓപ്ഷൻ എ ഫില്ലോക്വിനോൺ, ഓപ്ഷൻ ബി ഹീമോഗ്ലോബിൻ, ഓപ്ഷൻ സി ഫോളിക് ആസിഡ്, ഓപ്ഷൻ ഡി ടോക്കോഫിറോൾ. ഉത്തരം ഓപ്ഷൻ സി ഫോളിക് ആസിഡ്. ശരീരത്തിൽ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഫോളിക് ആസിഡ്. 18ാമത്തെ ചോദ്യം, സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ പ്ലൂറോന്യൂമോണിയ, ഓപ്ഷൻ ബി ട്രെപ്പോനിമ പല്ലേഡിയം, ഓപ്ഷൻ സി സാൽമണല്ല ടൈഫോസ, ഓപ്ഷൻ ഡി ക്ലോസ്ട്രിയം ടെറ്റനി. ഉത്തരം ഓപ്ഷൻ ബി ട്രെപ്പോനിമ പല്ലേഡിയം. സിഫിലിസ് രോഗത്തിന് കാരണമായ രോഗകാരി ട്രെപ്പോനിമ പല്ലേഡിയം. 19ാമത്തെ ചോദ്യം,
താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? ഓപ്ഷൻ എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ ബി എ ബി ഗ്രൂപ്പ്, ഓപ്ഷൻ സി ഒ ഗ്രൂപ്പ്, ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ്. ഉത്തരം ഓപ്ഷൻ സി ഒ ഗ്രൂപ്പ്. യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. 20ാമത്തെ ചോദ്യം. മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? മനുഷ്യഹൃദയത്തിൽ ഏത് അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്? ഓപ്ഷൻ എ ഇടത് വെൻട്രിക്കിൾ, ഓപ്ഷൻ ബി ഇടത് ഏട്രിയം, ഓപ്ഷൻ സി വലത് ഏട്രിയം, ഓപ്ഷൻ ഡി വലത് വെൻട്രിക്കിൾ. ഉത്തരം ഓപ്ഷൻ എ ഇടത് വെൻട്രിക്കിൾ. മനുഷ്യഹൃദയത്തിൽ ഇടത് വെൻട്രിക്കിൾ അറയ്ക്കാണ് ഏറ്റവും കട്ടി കൂടിയ ഭിത്തി കാണപ്പെടുന്നത്. 21ാമത്തെ ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി ഏത്? ഓപ്ഷൻ എ അഡ്രീനൽ ഗ്രന്ഥി, ഓപ്ഷൻ ബി പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ സി തൈമസ് ഗ്രന്ഥി, ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ഡി തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തഃസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. 22ാമത്തെ ചോദ്യം. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിൽ ആകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് ഡാഷ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിൽ ആകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ എ അൽഷിമേഴ്സ്, ഓപ്ഷൻ ബി പേവിഷബാധ, ഓപ്ഷൻ സി പാർക്കിൻസൺസ് രോഗം, ഓപ്ഷൻ ഡി അപസ്മാരം. ഉത്തരം ഓപ്ഷൻ എ അൽഷിമേഴ്സ്. കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിൽ ആകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് അൽഷിമേഴ്സ്. 23ാമത്തെ ചോദ്യം. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ ഡി, ഓപ്ഷൻ ബി വിറ്റാമിൻ കെ, ഓപ്ഷൻ സി വിറ്റാമിൻ സി, ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ എ. ശരിയായ കാഴ്ചശക്തി ലഭിക്കുന്നതിനാവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ എ. 24ാമത്തെ ചോദ്യം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത്? ഓപ്ഷൻ എ വിറ്റാമിൻ ഡി, ഓപ്ഷൻ ബി വിറ്റാമിൻ എ, ഓപ്ഷൻ സി വിറ്റാമിൻ ഇ, ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ. ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ ഇ. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ വിറ്റാമിൻ ഇ. 25ാമത്തെ ചോദ്യം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഓപ്ഷൻ എ സെറിബ്രം, ഓപ്ഷൻ ബി സെറിബെല്ലം, ഓപ്ഷൻ സി തലാമസ്, ഓപ്ഷൻ ഡി മെഡില്ല ഓബ്ലോങ്കേറ്റ. ഉത്തരം ഓപ്ഷൻ ബി സെറിബെല്ലം. പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. 26ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണമെത്ര? മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണമെത്ര? ഓപ്ഷൻ എ 80, ഓപ്ഷൻ ബി 235, ഓപ്ഷൻ സി 300, ഓപ്ഷൻ ഡി 121. ഉത്തരം ഓപ്ഷൻ എ 80. മനുഷ്യൻ്റെ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. 27ാമത്തെ ചോദ്യം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഓപ്ഷൻ എ ദീർഘദൃഷ്ടി, ഓപ്ഷൻ ബി ഗ്ലോക്കോമ, ഓപ്ഷൻ സി വർണ്ണാന്ധത, ഓപ്ഷൻ ഡി തിമിരം.
ഉത്തരം ഓപ്ഷൻ ഡി തിമിരം. മനുഷ്യൻ്റെ കണ്ണിലെ ലെൻസിന് പ്രകാശം കടത്തിവിടാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം തിമിരം. 28ാമത്തെ ചോദ്യം. മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി വൈറസ്, ഓപ്ഷൻ സി പ്ലാസ്മോഡിയം, ഓപ്ഷൻ ഡി ഫംഗസ്. ഉത്തരം ഓപ്ഷൻ സി പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗകാരി പ്ലാസ്മോഡിയം. 29ാമത്തെ ചോദ്യം. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ഓപ്ഷൻ എ കൊളസ്റ്റിറോൾ, ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ, ഓപ്ഷൻ സി പ്ലാറ്റ്ലെറ്റുകൾ, ഓപ്ഷൻ ഡി ചുവന്ന രക്താണുക്കൾ. ഉത്തരം ഓപ്ഷൻ ബി ശ്വേതരക്താണുക്കൾ. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ശ്വേതരക്താണുക്കൾ. 30ാമത്തെ ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏത്? ഓപ്ഷൻ എ കണ, ഓപ്ഷൻ ബി കോഷിയോക്കർ, ഓപ്ഷൻ സി സിറോഫ്താൽമിയ, ഓപ്ഷൻ ഡി മരാസ്മസ്. ഉത്തരം ഓപ്ഷൻ എ കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം കണ. 31ാമത്തെ ചോദ്യം. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ ഡി പാൻക്രിയാസ്. ഉത്തരം ഓപ്ഷൻ ഡി പാൻക്രിയാസ്. ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ്. 32ാമത്തെ ചോദ്യം. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ആഗേയ ഗ്രന്ഥി, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി പീയൂഷ ഗ്രന്ഥി, ഓപ്ഷൻ ഡി തൈമസ് ഗ്രന്ഥി. ഉത്തരം ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി. ഗോയിറ്റർ എന്ന രോഗം തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്. 33ാമത്തെ ചോദ്യം. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി തലച്ചോറ്, ഓപ്ഷൻ സി കണ്ണ്, ഓപ്ഷൻ ഡി ചെവി. ഉത്തരം ഓപ്ഷൻ സി കണ്ണ്. ഗ്ലൂക്കോമ മനുഷ്യ ശരീരത്തിലെ കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. 34ാമത്തെ ചോദ്യം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ഓപ്ഷൻ എ റിക്കറ്റ്സ്, ഓപ്ഷൻ ബി കോഷിയോർക്കർ, ഓപ്ഷൻ സി മരാസ്മസ്, ഓപ്ഷൻ ഡി നിശാന്തത. ഉത്തരം ഓപ്ഷൻ എ റിക്കറ്റ്സ്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന അപര്യാപ്തത രോഗം റിക്കറ്റ്സ്. 35ാമത്തെ ചോദ്യം. വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? വായുവിൽ കൂടി പകരാത്ത രോഗം ഏത്? ഓപ്ഷൻ എ ആന്ത്രാക്സ്, ഓപ്ഷൻ ബി ക്ഷയം, ഓപ്ഷൻ സി ചിക്കൻ പോക്സ്, ഓപ്ഷൻ ഡി കോളറ. ഉത്തരം ഓപ്ഷൻ ഡി കോളറ. വായുവിൽ കൂടി പകരാത്ത ഒരു രോഗമാണ് കോളറ. ഇനി വായുവിൽ കൂടെ പകരുന്ന രോഗങ്ങളാണെങ്കിലോ ആന്ത്രാക്സ്, ക്ഷയം, ചിക്കൻ പോക്സ്. 36ാമത്തെ ചോദ്യം. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത്? നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ എ വൃക്ക, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി ശ്വാസകോശങ്ങൾ, ഓപ്ഷൻ ഡി ആമാശയം. ഉത്തരം ഓപ്ഷൻ ബി കരൾ. നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം കരൾ. 37ാമത്തെ ചോദ്യം. തലച്ചോറിനെയും സുഷ്മനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? തലച്ചോറിനെയും സുഷ്മനെയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ
മെനിഞ്ചസ്, ഓപ്ഷൻ ബി മൈലിൻ ഷീത്ത്, ഓപ്ഷൻ സി പെരികാർഡിയം, ഓപ്ഷൻ ഡി പ്ലൂറ സ്തരം. ഉത്തരം ഓപ്ഷൻ എ മെനിഞ്ചസ്. തലച്ചോറിനെയും സുഷ്മനെയും ആവരണം ചെയ്ത് കാണുന്ന സ്തരം മെനിഞ്ചസ്. 38ാമത്തെ ചോദ്യം. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ഓപ്ഷൻ എ ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി വൈറസ്, ഓപ്ഷൻ ഡി പ്രോട്ടോസോവ. ഉത്തരം ഓപ്ഷൻ എ ബാക്ടീരിയ. ടൈഫോയിഡിന് കാരണമായ രോഗകാരി ബാക്ടീരിയ. 39ാമത്തെ ചോദ്യം. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം ഏതാണ്? അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻ എ സോഡിയം സൾഫേറ്റ്, ഓപ്ഷൻ ബി അമോണിയം ഫോസ്ഫേറ്റ്, ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്, ഓപ്ഷൻ ഡി മെഗ്നീഷ്യം ഫോസ്ഫേറ്റ്. ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം ഫോസ്ഫേറ്റ്. അസ്ഥികളിലെ പ്രധാന ഘടകവസ്തുവായ രാസപദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ്. 40ാമത്തെ ചോദ്യം. ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ശരീരത്തിലെ ഏത് അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്? ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി തൊണ്ട, ഓപ്ഷൻ സി കണ്ണ്, ഓപ്ഷൻ ഡി ത്വക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ത്വക്ക്. ശരീരത്തിലെ ത്വക്ക് എന്ന അവയവത്തെയാണ് എക്സിമ ബാധിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടേതായിട്ടുള്ള സ്കോർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒപ്പം നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്യുക. ഇതിൻ്റെതായിട്ടുള്ള PDF നോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.